ഫസ്റ്റ് നോമ്പല്ലേ അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവല്ലേ അത്രയും കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടോ. ഞാൻ മാത്രമല്ല അമ്മമാരും ഉണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഇവക്ക് ഇമ്മാൻ്റെ വീട്ടിൽ ഓളെ വീട്ടിൽ നടക്കൽ തന്നെയാണോ പണിയെന്ന്. സത്യത്തിൽ അതന്നെയാണ് ഇപ്പം എൻ്റെ പണി. ഇതിപ്പോൾ അമ്മച്ചിക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ദിവസമായിരുന്നു കേട്ടോ. ഇപ്പച്ചാണെങ്കിൽ രാവിലെ തന്നെ അങ്ങോട്ടോ പോയി. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. പിന്നെ ചെറുക്കനെ കൂടെ കൊണ്ടുപോലും നടക്കൂല കേട്ടോ. അപ്പം പിന്നെ അമ്മമാരും പോരാന്ന് വെച്ചു. അങ്ങനെ ഇതേ വീട്ടിലെത്തി. ഇവിടെ എത്തിയപ്പോൾ അമ്മച്ചി എന്തൊക്കെ പണി ഇരിക്കുന്നുണ്ട്. കുട്ടികളൊന്നും നീച്ചിട്ടില്ല. അപ്പച്ചി ഇങ്ങോട്ടോ പോയി. ചെറുക്കനെ വന്ന് നോക്കിയപ്പോൾ തക്കണോ നാട്ടിൽ കുത്തി കിടക്കണം. എന്താ എൻ്റെ കടത്തം. പിന്നെ അധികം അവിടെ ചുറ്റിക്കറങ്ങില്ല കേട്ടോ. ഓൻ ഉറങ്ങിക്കോട്ടെ, ഞങ്ങൾക്ക് വേറെ പണി ഉണ്ടല്ലോ. നേരെ ലാബിൽ കാട്ട പോയത്. അമ്മച്ചിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മിൽമേ പോയി പാല് വാങ്ങി. അത് കഴിഞ്ഞ് പോരുന്ന വഴി ഇറച്ചി വാങ്ങിട്ടോ. നോമ്പല്ലേ, ഇതിനൊക്കെ ഞാൻ തന്നെ ഇറങ്ങണം എന്നുള്ള ഒറ്റ സങ്കടം എനിക്കുള്ളൂ. വീട്ടിലെന്ന് കയറിയപ്പോൾ അതാക്കണ കുഞ്ഞുഞ്ഞങ്ങനെ നീച്ചിക്കണുണ്ടോ. ഇമ്മച്ചിനെ കണ്ടാൽ പോകുന്നൊരു ബൈൻഡും ഇല്ല. നേരെ വന്നിന്റെ മേത്ത് കയറിയിരിക്കണ് പാവം അമ്മച്ചി. പക്ഷെ സത്യത്തിൽ അമ്മച്ചി കയ്യിൽ ഒരു സങ്കടമല്ല കേട്ടോ. കാരണം ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ അവന്റെ കാര്യം അമ്മച്ചിക്ക് നോക്കണ്ടല്ലോ. പിന്നെ അന്ന് സൺഡേ ആയതുകൊണ്ട് പോളൂസിനെ ഒന്ന് കരാട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓളൊന്ന് കൊണ്ടാക്കി വന്നു. അത് കഴിഞ്ഞ് ഞാനും ഉമ്മച്ചും കൂടെ നിലമ്പൂര് പോയിട്ടോ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. എന്നാലും ഉഞ്ചി ഉമ്മച്ചിന്റെ പിരാന്ത് നിങ്ങൾ നോക്കണം. ഞങ്ങൾക്ക് രണ്ടാക്കും ബൈക്ക് ചെയ്യുന്നുള്ളതാണ്. എന്നിട്ട് ഈ നോമ്പ് നോക്കിയിട്ട് നട്ടപ്പൊരി വെയിലത്ത് സ്കൂട്ടിമേണ് പോയി വന്നത്. എന്റെടാ ഒന്നും പറയാനില്ല. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. തലന്റെ ഉള്ളിൽ ഒരു കല്ല് വെച്ച പോലെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ സാധനം തലേന്ന് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉറങ്ങി നീക്കണം. ഉറക്കം വരണല്ലോ, അതാണ് മെയിൻ ടാസ്ക്. പിന്നെ ഒരുവിധം കുറച്ചേരം ഉറങ്ങി നീച്ചു കേട്ടോ. പക്ഷെ എന്നാലും എന്തൊക്കെയോ എവിടേക്കോ ഒരു ഇത് മുഴുവനാണ്ട് പോയില്ല. വെയിലൊക്കെ പോയപ്പോൾ പിന്നെ സിറ്റ് ഔട്ടിൽ വന്നാണ് ചാരുവസാലി കയറി കിടക്കൽ തുടങ്ങി. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ പെണ്ണിന് പരിയിൽ പണിയൊന്നും ഇല്ലെന്ന്. സത്യം പറഞ്ഞാൽ ഞാനും ഉമ്മച്ചി മാത്രമാകുമ്പോൾ എനിക്ക് കുറെ പണി ഉണ്ടാവും. ഇതിപ്പം അമ്മമാരുള്ളത് കൊണ്ട് എനിക്ക് വലിയ പണിയൊന്നും ഇല്ല. അതിന്റെ ഇടയിൽ ചങ്ങായി വന്ന് മടി കയറിയിരുന്നു കേട്ടോ. ഓനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ പിടിച്ചിരിക്കണേ കാര്യം ദീക്കങ്ങനെ നോക്കി കുത്തിർക്കാണ്. പിന്നെ ഫോൺ ചോദിച്ചിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ എടുത്തു. ഫോൺ ഇട്ടാഞ്ഞിട്ട് കുയിന്താട്ടിങ്ങാണ്ട് ഇറങ്ങിപ്പോയി. പിന്നെ അതാക്കണ എന്റെ കാലുമ കയറി ഊഞ്ഞാലടി കളിച്ചാട്ടോ. അതിന്റെ ഇടയിൽ ഫോണൊന്ന് ചാടിച്ചു. മിക്കവാറും ഇതിന്റെ പണിയും കഴിച്ചു. പിന്നെ ഈ നിഷ്കളങ്കമായ മൂത്തൊക്കെ ഞാൻ എങ്ങനെ ചീത്ത അറിയും. അങ്ങനെ കാരക്കും വെള്ളം കുടിച്ചാണ് നോമ്പ് തുറന്നു. പിന്നെ വത്തക്ക ജ്യൂസ് ഉണ്ടായിരുന്നു. അത് ഇട്ടിട്ടില്ല കേട്ടോ. നോമ്പിന് ഇപ്പൊ നിങ്ങൾ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. പിന്നെ പത്തിരിണ്ട്. ഞാൻ ചെറുപയർ ദോശയും ബീഫ് കറിയാണ് കഴിച്ചത്. എല്ലാവർക്കും അത്യാവശ്യം കറിയാണ് കേട്ടോ. പ്രത്യേകിച്ച് എനിക്കും ബോളൂസിനും. ഇല്ലെങ്കിൽ പിന്നെ ആർക്കും കറി ഇട്ടൂല. അതുകൊണ്ട് നല്ല ലൂസാക്കി കണ്ട ഞങ്ങൾ കറി ഉണ്ടാക്കല്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഉമ്മാന്റെ വീട്ടിൽ തന്നെ പോവാം കേട്ടോ. പോണ വഴിക്ക് വത്തക്ക അങ്ങനെ ഇറങ്ങാണ്ട് അതിനിറങ്ങിയതാട്ടോ. ഞാൻ അങ്ങാടി പോയി ഉറങ്ങി കിടക്കുകയാണ്. നോമ്പായിട്ട് എല്ലാവരും ക്ഷീണത്തിലാ തോന്നുന്നു. അങ്ങനെ തിരിച്ച് ഉമ്മാന്റെ വീട്ടിൽ തന്നെ എത്തിയിട്ടോ. പിന്നെ 2 മുട്ടയും കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.